എൻ്റെ പ്രിയപ്പെട്ട ദിവ്യയോടും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. അതിന് ഞാൻ പറയാം, കുട്ടികളോട് പറയാനുള്ളത്, ഈ ജനനത്തിനും മരണത്തിനിടയ്ക്കാണ് ഈ പഠനം എന്ന ഒരു 3 അക്ഷരമുള്ളത്. അതിലാണ് നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. കേൾക്കുന്നുണ്ടോ മക്കളെ? അല്ലെ, ഭാവി നിർണയിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വേണ്ടത് അധ്യാപകരെ ബഹുമാനിക്കാം. അവർ പറഞ്ഞു തരുന്ന പാതയിലൂടെ കഴിവതും നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ ഗുരുക്കന്മാരെ നമ്മളെ ബഹുമാനിക്കുക. അതോടൊപ്പം ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഇതൊക്കെ നമ്മൾ കൈക്കൊണ്ടാൽ 100% നമുക്കൊരു നല്ല ഭാവി, നല്ലൊരു ജീവിതം നിർണയിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നത്തെ കാലത്ത് വളരെ വിഷമത്തോടു കൂടിയാണ് ഓരോ മാതാപിതാക്കളും അധ്യാപകരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ കുട്ടികളുടെ ഭാവി. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പാത പിന്തുടരുകയാണെങ്കിൽ മാതൃകാപരമായിട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തായാലും പൊന്നുമക്കൾ അത് സ്വീകരിച്ച് നല്ലൊരു ഭാവി ജീവിതം നിർണയിക്കുക. അതോടൊപ്പം നമ്മളെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ ചിറകിനുള്ളിൽ അവരെ കൊണ്ടു നടന്ന് ഇത്രയും നല്ലൊരു മെസ്സേജ് എനിക്ക് തരാൻ പറ്റുള്ള ഒരു കലാകാരിയെ സംബന്ധിച്ച് എന്തായാലും JHS വെറ്റിലപ്പാറ 64ാമത് സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഗംഭീരമായ ഒരു പരിപാടിക്ക് ഇതിന് ചെറിയ പെയിനൊന്നല്ല, ഇതിന് പിന്നിൽ ഒരുപാട് പ്രയത്നമുണ്ട്. ഇതിൽ പ്രയത്നിച്ച എല്ലാ ഭാരവാഹികളുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.